അവൻ്റെ വസ്ത്രത്തിലൊന്ന് തൊട്ടാൽ മാത്രം മതി, ഞാൻ സുഖം പ്രാപിച്ചിരിക്കും എന്ന് അവൾ വിചാരിച്ചിരുന്നു. തൽക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. താൻ രോഗമുക്തരായിരിക്കുന്നുവെന്ന് അവൾക്കു ശരീരത്തിൽ അനുഭവപ്പെട്ടു. യേശു ആകട്ടെ തന്നിൽ നിന്നും ശക്തി പുറപ്പെട്ടു അറിഞ്ഞ് പെട്ടെന്ന് ജനക്കൂട്ടത്തിനു നേരെ തിരിഞ്ഞു ചോദിച്ചു, ആരാണ് എൻ്റെ വസ്ത്രത്തിൽ സ്പർശിച്ചത്? ശിഷ്യന്മാർ അവരോട് പറഞ്ഞു, ജനം മുഴുവൻ നിനക്കു ചുറ്റും തിക്കിക്കൂടിയിരിക്കുന്നു, കാണുന്നില്ലേ? എന്നിട്ടും ആരാണെന്ന് എന്നെ സ്പർശിച്ചത് എന്ന് നീ ചോദിക്കുന്നുവോ? ആരാണ് അത് ചെയ്തതെന്നറിയാൻ അവൻ ചുറ്റും നോക്കി. ആ സ്ത്രീ തനിക്കു സംഭവിച്ചതറിഞ്ഞ് ഭയന്ന് വിറച്ച് അവൻ്റെ കാൽക്കൽ വീണു സത്യം തുറന്നു പറഞ്ഞു. അവൻ അവളോട് പറഞ്ഞു, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോവുക. എൻ്റെ ചെല്ല മക്കളെ, നിങ്ങൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചെല്ലങ്ങളെല്ലാം സന്തോഷമായിരിക്കണം. ഈ വചനത്തിൽ പറഞ്ഞതുപോലെയെല്ലാം സംഭവിച്ചു. വയറ്റിൽ പ്രോബ്ലം എന്ന് അമ്മ പറഞ്ഞിരുന്നു. അതാണ് മുഖത്ത് കുഷ്ഠരോഗം വന്നത്. അങ്ങനെ ഒക്കെ പറഞ്ഞിരുന്നു. അതാണ് അമ്മ പറഞ്ഞത്. ഈ വചനത്തിലുള്ളതുപോലെ തന്നെ രക്തസ്രാവത്തിൻ്റെ ആ ഒരു ഇതെല്ലാം അമ്മയുടെ ജീവിതത്തിലും ഉള്ളതായിരുന്നു. അമ്മയും രോഗസൗഖ്യം കിട്ടിയപ്പോൾ എന്തിനേത് ആ വൈദ്യൻ്റെ കാലിൽ തൊട്ട് തൊഴാൻ പോയി. ഒരുപാട് കഥ ഉണ്ട്. അമ്മ കഥ പറഞ്ഞു തുടങ്ങും. എൻ്റെ ചില മക്കളെല്ലാം കഥ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? എൻ്റെ ജീവിതത്തിൽ വന്ന കഥകൾ എൻ്റെ ചില മക്കളെല്ലാം അതുകൊണ്ട് ഈ കഥ കേൾക്കണം. എന്നുവെച്ചാൽ എൻ്റെ കഥയെ ഞാൻ പറയാം, ഞാൻ കൂടുതൽ ആരെയും ഒന്നും പറയില്ല. പിന്നെ ഇതിൽ കടന്നു വന്ന കഥാപാത്രങ്ങൾ പേര് പറയാതെ എല്ലാവരെയും കഥ ഇതിലും ചിലപ്പോൾ ഉൾപ്പെട്ടു പോകും. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമാണോ? ഹാപ്പിയാണോ? എൻ്റെ ചെല്ലങ്ങളെല്ലാം കരുണയുടെ സഹായം തരണം. എൻ്റെ ചെല്ല മക്കളെല്ലാം ഇതിൽ ചെയ്യണം. പിതാവിനും വൈദ്യർക്ക് എന്ത് ചെയ്യണം? വില കിട്ടണം. അവർക്ക് ഒരു വിലയില്ല. വൈദ്യർക്ക് വിലയില്ല. പാവപ്പെട്ട എൻ്റെ അമ്മയുണ്ട്, ഈ അമ്മയ്ക്കൊരു വിലയില്ല. എൻ്റെ ചെല്ല മക്കളെല്ലാം അതുകൊണ്ട് എന്ത് ചെയ്യണം? പാവപ്പെട്ട കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കൾ ഇതിൽ സഹായിക്കണം. എൻ്റെ ഗൾഫിൽ ഇരിക്കുന്ന എൻ്റെ ചെല്ല മക്കളോളും അമ്മയ്ക്കെല്ലാം അറിയാം. മക്കളെ ഗൾഫിൽ ഇരിക്കുന്ന മക്കളോളും ഒത്തിരി കഷ്ടപ്പെടുകയാണ്. എന്ന് വെച്ചാൽ ഒറ്റയ്ക്കാവുമ്പോൾ ആരുമില്ലാതെ തന്നെ ആഹാരമില്ല, എല്ലാം അമ്മയ്ക്ക് അറിയാം. എന്ന് വെച്ചാൽ അമ്മയുടെ ഭർത്താവും ഗൾഫിലിരുന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അമ്മയ്ക്ക് പറഞ്ഞറിഞ്ഞു. അമ്മയുടെ ഭർത്താവ് എപ്പോഴും പറയും, ഗൾഫിൽ എപ്പോഴും ചാള മീനാണ് കിട്ടുന്നത്, എപ്പോഴും അതാണ് കൂട്ടാൻ വെച്ച ആ ഒരു മീനും ഒരു ചോറുമേ ഭർത്താവ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഒത്തിരി സങ്കടമായ ദിവസങ്ങളുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അമ്മയും അതുപോലെയാണ്, നല്ല മീനൊന്നും വാങ്ങിക്കൂല. എന്നുവെച്ചാൽ ഭർത്താവ് അങ്ങ് കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് വരുമ്പോഴാണ് നല്ല മീനും നല്ല സാധനമൊക്കെ കഴിക്കണം, ഒരു ടൂറും ഒരു യാത്രയൊക്കെ പോകണം. അതുകൊണ്ട് ചില മക്കളെ ഗൾഫിൽ ഇരിക്കുന്നത് ഒത്തിരി കഷ്ടം സഹനമാണ് മക്കളെ. അമ്മയ്ക്കറിയാം ആരുമില്ല, നിങ്ങൾക്ക് ആരുമില്ല, കണ്ണീര് തുടയ്ക്കാൻ ദൈവമേ ഉള്ളൂ. അത് അറിഞ്ഞിട്ട് തന്നെ അമ്മ പറയാണ്. അമ്മയ്ക്ക് എല്ലാ കാര്യവും അറിയാം. എന്ന് വെച്ചാൽ ഭർത്താവ് ഇരുന്നതുകൊണ്ട് എല്ലാം പറഞ്ഞ് കേൾക്കണോണ്ട് അമ്മയ്ക്ക് എല്ലാ കാര്യവും വ്യക്തമായിട്ട് അറിയാം. ഗൾഫിൽ സൗദിയിലാണ് ഇരുന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാ കാര്യവും അറിയാം. ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി ആ ഒരു ഇതെല്ലാം പറയും. ആ കഷ്ടങ്ങളെല്ലാം ചുമ്മാ ഇരിക്കുമ്പോഴും അതൊക്കെ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. എൻ്റെ ചെല്ല മക്കളെ അതുപോലെ ഗൾഫിൽ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും കഷ്ടമുണ്ട്. എൻ്റെ യുവജനങ്ങളെ, നിങ്ങൾക്ക് സുഖമാണോ? നിങ്ങൾ അമ്മ പറയണത് കേൾക്കണം, അനുസരിക്കണം, നല്ല മക്കളായിട്ട് പഠിക്കണം. യുവജനങ്ങളെ ശക്തി അതൊരു ഭയങ്കര ശക്തിയാണ്. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിട്ട് പഠിക്കണേ. എൻ്റെ ചെല്ലങ്ങളെല്ലാം നന്നായി പഠിക്കണം. അമ്മയും പപ്പയും പറഞ്ഞനുസരിച്ച് സ്നേഹങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. പഠിക്കണതിന് ഒന്നാമനായിട്ട് നിൽക്കുക. നിങ്ങൾ സന്തോഷമായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. എപ്പോഴും അനുസരണ, അത് എപ്പോഴും നമ്മളെ ദൈവം നന്നാക്കുക തന്നെ ചെയ്യും, നശിപ്പിക്കൂല ഒരിക്കലും. എൻ്റെ ചില മക്കളെല്ലാം അതുകൊണ്ട് അനുഗ്രഹമുള്ള മക്കളായിട്ട് തീരണം. നിങ്ങൾ നല്ല സന്തോഷമുള്ള മക്കളായി തീരണം. അമ്മ കഥ പറയും. എന്ന് വെച്ചാൽ ഒത്തിരി കഥയുണ്ട് അമ്മയ്ക്ക് പറയാൻ. ഇനി അമ്മ കഥ പറയും. എന്ന് വെച്ചാൽ കഥ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണ്. എൻ്റെ ചില മക്കൾക്കെല്ലാം കഥ പറയും. കുറേശ്ശെ ഈ ഇവിടെ നടന്ന കഥ. എന്ന് വെച്ചാൽ കൊറോണയ്ക്ക് ഇങ്ങോട്ട് അച്ഛനും ഞാനും എപ്പോഴും പിണക്കമാണ്, ഏത് നേരം പിണക്കം. വരി അടയ്ക്കാത്തതുകൊണ്ട് മക്കളെ, അമ്മ വരി അടയ്ക്കാതിരുന്നതുകൊണ്ട് എപ്പോഴും പിണക്കം. അപ്പോൾ മോൻ 9ാം ക്ലാസ്സിൽ 1000 രൂപയ്ക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി പോയപ്പോൾ അച്ഛൻ തരൂല, ബുക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പോൾ അവർ കമ്മിറ്റിക്കാർ 12 പേരും തീരുമാനിച്ചത് വരി അടയ്ക്കാതെ ഒരു കാര്യവും ചെയ്തു കൊടുക്കരുത്. അമ്മയ്ക്ക് 4000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, പൈസ അടയ്ക്കാതെ നിനക്കെന്തിരില്ല, ലെറ്റർ എഴുതി തരൂല. അത്രയ്ക്ക് കർശനമായിട്ട് വൈദ്യം പറഞ്ഞു. എൻ്റെ ചില മക്കളെ അമ്മയ്ക്ക് ഒത്തിരി വിഷമം വന്നു. കയ്യിൽ പൈസയില്ല. അമ്മ സത്യസന്ധമായിട്ട് പറഞ്ഞു, കയ്യിൽ പൈസയില്ല, എനിക്ക് സർട്ടിഫിക്കറ്റ് തരണോ അച്ഛാ, ഞാൻ 5-ാം തീയതി കൊണ്ടുവന്ന് അടയ്ക്കണം. അച്ഛൻ കേട്ടോ? ഇല്ല അച്ഛൻ, എനിക്ക് വഴക്കാണെന്ന് നിർത്തിപ്പൊരിച്ചിട്ട് വഴക്ക്. എൻ്റെ വീട്ടിലുള്ളവരെല്ലാം വരി അടച്ച് കണ്ടില്ലയോ, വളർന്നില്ലയോ, അങ്ങനെ ഇങ്ങനെയൊക്കെ. അപ്പം അമ്മ പറയാൻ പോലും അമ്മയെ സമ്മതിച്ചില്ല. അച്ഛൻ നിർത്താതെ അങ്ങ് സംസാരിക്കണം, മുഖത്ത് നോക്കണില്ല, അങ്ങ് എവിടെയോ ദൂരം നോക്കിക്കൊണ്ട് വഴക്ക്. അത്രയ്ക്ക് എൻ്റെ ചില മക്കളിൽ നിങ്ങളാരെയും വരി അടയ്ക്കാതെ ഉണ്ടോ? എങ്കിൽ നിങ്ങളെല്ലാം വരി അടയ്ക്കണം. തിരുനാൾ വരി അടയ്ക്കാതെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ ചില മക്കളെല്ലാം അതുകൊണ്ട് പള്ളിയിൽ കൊടുക്കാനുള്ളതെല്ലാം എത്രയും പെട്ടെന്ന് കൊടുക്കണം. അങ്ങനെയാണ് വഴക്ക്. അമ്മയ്ക്ക് സഹിച്ചു, അമ്മ സഹിച്ചില്ല. അമ്മ വീട്ടിൽ വന്ന് ഒത്തിരി കരഞ്ഞിട്ട് എല്ലാ വീടുകളിലും കയറി പറഞ്ഞു, ഈ അച്ഛൻ ക്ഷമിച്ചില്ല, പിന്നെ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും?
എൻ്റെ വാക്കൊന്ന് പോലും കേൾക്കാമെന്നില്ല അച്ഛൻ. അതാണ് അമ്മയ്ക്ക് സങ്കടം. വെച്ചാൽ ഹിന്ദുവായ അമ്മയ്ക്ക് അറിഞ്ഞൂടാ കറക്റ്റാக വരി അടയ്ക്കണം. അമ്മ 8,000 7,000 ഒക്കെ കൂടുമ്പോൾ ഒരുമിച്ചാണ് കൊണ്ട് അടയ്ക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് അടയ്ക്കാം അച്ഛ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ക്ഷമിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഒത്തിരി സങ്കടം വന്നു. കരഞ്ഞു, ഒരുപാട് കരഞ്ഞു. അപ്പം നിങ്ങളൊന്നും കരയാതിരിക്കാൻ വേണ്ടിയാണ് അമ്മ പറയണത്. എൻ്റെ ചില മക്കളെ വരികൾ അടച്ചിക്കാതെ പോയ വൈദ്യർ ഒന്നും ചെയ്തു തരില്ല. അവർ ചെയ്യണതല്ല, അവിടെ 12 പേരും കൂടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വൈദ്യന് അത് പിന്നീട് കണ്ണീരാണ്, അവർക്ക് വിഷമമാണ്. അവർ പറയുമ്പോൾ അനുസരിച്ചില്ലെങ്കിൽ അവർക്ക് വേദനയാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം വരികളടച്ച് തിരുനാൾ വരിയും അടച്ച് കറക്റ്റായിരിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കരയേണ്ടി വരില്ല. നമ്മളെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റാണ് ചെയ്ത് അപ്പോൾ സമയമാകുമ്പോൾ നമുക്ക് ചിലപ്പം പൈസയൊന്നും കാണില്ല. അപ്പം കറക്റ്റാണ് നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് അവർ നമ്മളെ വഴക്കൊന്നും പറയൂല. എൻ്റെ ചില മക്കളുള്ളല്ലോ. അതുകൊണ്ട് സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങൾ എല്ലാ അനുഗ്രഹങ്ങളും നേരെയാണ്. എനിക്ക് പ്രവചിക്കാൻ കഴിവുള്ള ഒരു അമ്മയാണ്. നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അമ്മ നേരുകയാണ്. എന്നുവെച്ചാൽ സന്തോഷമായിരിക്കണം, സന്തോഷമായ ജീവിതം. നിങ്ങൾ കുടുംബമായ നിങ്ങൾ അതെല്ലാം സന്തോഷമായിട്ടിരിക്കണം. നിങ്ങൾ സ്നേഹമായിരിക്കണം, നിങ്ങളെ മക്കളെ സ്നേഹിക്കുക, നിങ്ങളെ കുടുംബത്തെ സ്നേഹിക്കുക. അങ്ങനെ ഈ കഥ പറഞ്ഞു തുടങ്ങും. എന്ന് വെച്ചാൽ അത് കുറച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചു. അച്ഛൻ അങ്ങനെ വഴക്ക് കൊറോണ സമയം അച്ഛനും കൊറോണ വന്നു. ഒരുപാട് ദിവസം അച്ഛൻ റൂമിലുണ്ടായിരുന്നു. എന്നിട്ട് പിതാവാണ് ഒരു വൈദ്യനായിട്ട് അങ്ങനെ വൈദ്യനെ നോക്കാനൊക്കെ ശുശ്രൂഷിക്കാനൊക്കെ ഒരു വൈദ്യനുണ്ടായിരുന്നു. എൻ്റെ ചെല്ല മക്കളെ അതുപോലെയാണ് സഹനങ്ങൾ, വേദനകൾ. അച്ഛൻ ഒറ്റയ്ക്ക് ഒത്തിരി സഹനങ്ങൾ. അച്ഛൻ ആരോടും കൂടുതൽ സംസാരിക്കില്ല, ഭയങ്കര ദേഷ്യമാണ്. ഇപ്പോൾ ഇരിക്കുന്ന അച്ഛൻ എൻ്റെ മുമ്പിലിരുന്ന അച്ഛനും 2 വൈദ്യരുണ്ടായിരുന്നു. കടലിൻ്റെ മുത്തായിരുന്നു. പക്ഷേ ആരോടും കൂടുതൽ സംസാരിക്കില്ല. അത് ഞാൻ അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് അറിയണത്. ടൈൽസിൻ്റെ പ്രശ്നം വന്നപ്പോൾ അവിടെ വഴക്ക് പ്രശ്നം ഇതെല്ലാം വന്നപ്പം വൈദ്യൻ ആരോടും സംസാരിക്കില്ല. എല്ലാവരുടെയും ദേഷ്യത്തിലേ സംസാരിക്കും. എനിക്ക് പക്ഷേ അച്ഛൻ്റെ കൂടെ സംസാരിക്കുന്ന സമയത്ത് പേടിയാണ്. എന്ന് വെച്ചാൽ അച്ഛൻ സംസാരിക്കും, മുഖവും കയറ്റി കാണിപ്പിച്ച് എങ്ങനെ പോണ ഒരു അച്ഛനാണ്. അപ്പോൾ അച്ഛനെക്കുറിച്ച് ഞാൻ എല്ലാ വീടുകളിലും കയറി പറഞ്ഞു, അച്ഛന് ക്ഷമിക്കാൻ പറ്റില്ല, പിന്നെ എങ്ങനെ എനിക്ക് ക്ഷമിക്കാൻ പറ്റും എന്ന്. അപ്പോൾ അത് അച്ഛൻ്റെ കൂടെ എല്ലാവരും വൈദ്യർ പറഞ്ഞു കൊടുത്തപ്പോൾ അച്ഛനെന്തിരൊന്നു എന്നെ കാണുമ്പോൾ എന്തിനേയും കുത്തി പറയും. അപ്പോൾ കഥ അങ്ങനെ തുടങ്ങുകയാണ്. ഇനി നിർത്തുകയാണ് മക്കളെ. പിന്നീട് അമ്മ ഈ കഥ തുടങ്ങാം മക്കളെ. എന്നിട്ട് നാളെ തൊട്ട് ഇനി കഥയായിരിക്കും. എൻ്റെ ചെല്ല മക്കളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരണം. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണം. ഗൾഫ് തൊട്ട് എല്ലാ മക്കളും, എല്ലായിടത്തും ജോലി ചെയ്യണ മക്കളും, ഒരു മക്കളെ പോലും അമ്മ ഒഴിവാക്കണില്ല. എല്ലാ മക്കളും നിങ്ങൾ സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കെല്ലാം അമ്മ നേരുകയാണ്. നിങ്ങൾ സന്തോഷമായിരിക്കണം ചെല്ല മക്കളെ. വയ്ക്കട്ടെ അമ്മ.